രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം നാളെയാണ് കോടതി പരിഗണിക്കുന്നതും അതിലെ വിധി നാളെ വരുമെന്നാണ് കരുതുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി 2 കേസുകൾ നേരത്തെ ഉണ്ടായിരുന്നു. ആദ്യത്തെ കേസിനകത്ത് ഹൈക്കോടതി ജാമ്യം കൊടുത്തു. ഒരു കേസിനകത്ത് അത് അറസ്റ്റ് പോലീസിൽ തടയുകയും ചെയ്തു. അങ്ങനെ 2 FIR ഇപ്പോൾ ഉണ്ട്. FIRൻ്റെ വാലിഡിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാങ്കേതികമായും നിയമപരമായ കാര്യങ്ങളൊക്കെ ധാരാളം അതിനകത്ത് കോൺട്രഡിക്ഷനായിട്ടും ഉണ്ട്. 3ാമത്തെ കേസിനകത്ത് ഇപ്പം അതിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ വിദേശത്താണ്. അവർ ഇലക്ട്രോണിക്സ് മീഡിയ ഉപയോഗിച്ചിട്ടാണ് കംപ്ലയിൻറ്റ് കൊടുത്തത്. അവിടുത്തെ എംബസിയിൽ അവരെ ഒപ്പ് സാക്ഷ്യപ്പെടുത്തിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആ FIRന് വാലിഡിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. കാരണം അത് ഒരു ഒപ്പില്ലാതെ ആ സ്ത്രീയെ വിദേശത്ത് നിന്ന് പരാതി അയച്ചെങ്കിലും അവരെ കേസെടുക്കാം. പക്ഷേ അറസ്റ്റിലേക്ക് പോലീസ് പോയത് ഇപ്പം ഇത്ര ധൃതി പിടിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അവരെ കണ്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തി അവരുടെ സൈൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിച്ചിട്ട് ആയിരിക്കണം അത് നല്ല. അത് തന്നെ പഴയ IPC പ്രകാരമാണ് കേസെടുത്തെങ്കിലും നടപടിക്രമങ്ങൾ പഴയ പോലെയല്ല. അത് ഇപ്പോഴത്തെ നടപടിക്രമം പോലെ തന്നെ വേണം. കാരണം ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അത് ഒപ്പിടുമ്പം അവർ തന്നെ നേരിട്ട് വന്ന് SHOയുടെ മുമ്പിൽ വന്ന് മൊഴിയുടെ അവിടെ മൊഴിയെടുത്ത് അതിൽ ഒപ്പിട്ട് കൊടുത്തിരിക്കണം. അത് വീഡിയോഗ്രാഫി ചെയ്യണം. അതൊരു ലേഡി ഉദ്യോഗസ്ഥ തന്നെ ആയിരിക്കണം ആ മൊഴി രേഖപ്പെടുത്തേണ്ടതെന്നാണ് വ്യവസ്ഥ. അതുകൊണ്ട് പഴയ IPC സെക്ഷൻ ആണെങ്കിലും നടപടിക്രമങ്ങളെല്ലാം പുതിയ സെക്ഷൻ അനുസരിച്ച് മാത്രമാണ് മുന്നോട്ട് പോകേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ആ കേസിനകത്തുള്ള അറസ്റ്റ് നിയമവിരുദ്ധമായിട്ട് തോന്നുന്നത്. ആ രാഹുൽ മാങ്കൂട്ടത്തിന് നാളെ ജാമ്യം കൊടുക്കാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. നാളെ അറിയാം. അദ്ദേഹത്തിനെതിരായിട്ട് ഇനി ഇതുപോലെയുള്ള കേസുകൾ പലതും വരുന്നുണ്ടെന്നൊക്കെ വാർത്തകളുണ്ട്. വരട്ടെ. കാരണം അങ്ങനെയുള്ള കേസുകൾ ഉണ്ടെങ്കിൽ അത് ട്രൂ കേസാണെങ്കിൽ അതിന് പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ അഭിപ്രായങ്ങൾ. പക്ഷേ അങ്ങനെയല്ല. ഇതിനകത്ത് അത് കൺസെൻഷ്യലായിട്ടുള്ള ഒരു സെക്ഷൽ ആക്ടിവിറ്റി ആണ് 2 കേസിനകത്തും. അത് അയാൾ അങ്ങോട്ട് പോയി ബലം പ്രയോഗിച്ച് ആരെയും റേപ്പ് ചെയ്തതായിട്ട് ഒരു ആരോപണമില്ല. അവർ വിളിച്ചു വരുത്തിയാണ്. അവർ തമ്മിൽ ഫ്രണ്ട്ലി വേയിൽ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ റെസിഡൻസിൽ അല്ല അവർ എടുക്കുന്ന മുറിയുടെ അവിടെ ഇങ്ങനെ ചെന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ള ആരോപണമാണ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു ലീഗലായിട്ട് ഒരു പ്രൊസീഡ് ചെയ്യാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. സാങ്കേതികമായ നിയമപരമായ കാര്യങ്ങൾ അതിലേക്ക് കോടതിയെ പലതും അംഗീകരിക്കാൻ കഴിയില്ല. റേപ്പിൻ്റെ ഡെഫിനിഷനകത്ത് വരുന്ന കാര്യങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല. ഒരിക്കൽ ഏതെങ്കിലും കണ്ടുപരിചയമുള്ളൊരു സ്ത്രീ അവരെ അൺഎക്സ്പെക്റ്റഡായിട്ട് അവരെ റേപ്പ് ചെയ്യുമ്പോഴാണ് റേപ്പിൻ്റെ പർവ്യൂവിനകത്ത് അത് വരുന്നത്. അല്ലാത്തുള്ള കാര്യത്തിനൊക്കെ അത് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇതുപോലെ വിളിച്ചു വരുത്തിയിട്ട് അവർ ഒരു സെക്ഷൽ ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നത് ഒരു കുറ്റകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കൺസെൻഷ്യലായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. 2 പേരും അങ്ങനെയാണ്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഈ കേസിനകത്ത് തന്നെ തിരുവല്ല ആ ഹോട്ടലിൽ അവർ മുറിയെടുത്തിട്ട് വിളിച്ചു. അതൊക്കെ ഇയാൾ തന്ത്രപരമായിട്ട് ചെയ്യിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ നല്ല ബുദ്ധിയുള്ള സ്ത്രീയല്ലേ. അവരവിടെ വന്ന് മുറിയെടുത്ത് വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഇയാളെ വിളിച്ചു വരുത്തുകയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ സംബന്ധിച്ച് കേസെടുക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം. കാരണം അതൊരു റേപ്പിൻ്റെ പരിതസ്ഥിതിയിൽ അല്ലെങ്കിൽ ഉണ്ടായ ഒരു സംഭവമല്ല. റേപ്പിൻ്റെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ധാരാളം പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നാളെ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ എന്ന് ഞാൻ കരുതുന്നു. എങ്കിലും നാളെ ഉച്ചയാകുമ്പോൾ അറിയാം അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അതേസമയത്ത് ഹൈക്കോടതിയിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇലക്ഷൻ സമയമാണ്. ഏതായാലും ഇതിന് എത്രയും പെട്ടെന്നൊരു തീരുമാനം വരുന്നത് നല്ലതായിരിക്കും എന്നതും. ജാമ്യത്തിലാണെങ്കിൽ ജാമ്യം കൊടുക്കട്ടെ. ജയിലിൽ കൊടുന്നുകൊണ്ടാണേലും ശരി അദ്ദേഹത്തിന് നോമിനേഷൻ കൊടുത്ത് മത്സരിക്കാനുള്ള യാതൊരു തടസ്സവും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ റിമാൻഡിൽ കിടന്നാൽ തന്നെയും തീർച്ചയായിട്ടും ആ പീരീഡിൽ എത്ര ദിവസം കിടക്കുമെന്ന് നമുക്ക് പറയാനൊക്കില്ല. അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ ആയതുകൊണ്ട് അതേപ്പറ്റി അഭിപ്രായങ്ങൾ പറയുന്നില്ല. അത് കോടതി തന്നെ തീരുമാനിക്കട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും നാളെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്.